കൈ കഴുകിയിട്ട് കുറെ നേരമായി വല്ല കിട്ടുവോ? ഇഡ്ഡലി സാമ്പാർ ഇഡ്ഡലി സാമ്പാർ. ഇത് അടിയന്തരം നടന്ന വീടൊന്നുമല്ലല്ലോ എന്ന് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി വെക്കാൻ. പെങ്ങള് പോയപ്പോ പറയായിരുന്നില്ലേ ഇഡ്ഡലി സാമ്പാർ എനിക്ക് ഇറങ്ങൂലെന്ന്? കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കണ പോലെ. നിനക്കെന്താ പണി ഇവിടെ? ഈ ഇഡ്ഡലി ഉണ്ടാക്കിയ സാധനത്ത് ദോശ ഉണ്ടായിക്കൂടെ? ഓ അതാകുമ്പോ ഇറങ്ങിപ്പോയേനെ. എനിക്ക് ഇഡ്ഡലി ഇഷ്ടമല്ല നിനക്കറിയാലോ. എനിക്കറിയില്ല, വേണമെങ്കിൽ കഴിക്കും. എനിക്ക് വേണ്ട. പക്ഷെ എന്തേലും അത് വിശപ്പുണ്ടാവൂല, കാരണം എപ്പോഴും തീറ്റ തന്നെയാണല്ലോ, വേറെ ഒന്നും ചെയ്യണില്ലല്ലോ. അതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടാവില്ല. ഒരു നേരം കഴിച്ചില്ലാന്നൊക്കെ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കണ്ട. എനിക്ക് വേണ്ട, ഞാൻ അത് ഉപേക്ഷിച്ചു. പ്രശ്നമില്ലല്ലോ. നീ ഞാൻ കഴിക്കണ കണക്കൊന്നും നീ പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ കണക്ക് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ആദ്യം തെണ്ണവും വിഷമവും ഇല്ലല്ലോ. ആ കൊച്ചവിടെ സുഖമില്ലാതെ കിടക്കണു. അതിനെ കാര്യത്തില്ല, ഇഡലി ആയിപ്പോയതിന് ഇപ്പൊ വലിയ പ്രശ്നം. കൊച്ചിന് അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കാൻ, നീ കൊടുത്തോ അത്? അപ്പൊ ലോകത്തിന് ഇപ്പൊ എല്ലാവർക്കും പനി വന്നാൽ ചുക്ക് കാപ്പി ഇട്ട് കൊടുത്താൽ മതിയല്ലോ, പനി മാറിക്കോളുമല്ലോ. പനി വന്ന ഉടനെ എല്ലാവരും ആശുപത്രിയിലേക്കാണ് ഓടുന്നത്. ആദ്യം ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്ത് നോക്കണം. പറഞ്ഞാൽ അത് അനുസരിക്കാൻ വലിയ പാടാണല്ലോ. നിങ്ങൾക്ക് വരുമ്പോഴത്തേനും ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തോണ്ട് ഇവിടെ ഇരുന്നാൽ മതി. എനിക്ക് എന്റെ കൊച്ചിനെ ആശുപത്രി കാണിക്കണമെന്നുണ്ട്. അത് താളം തുടങ്ങി അവിടെ കിടക്കാതെ അങ്ങനെ കിടക്കണം. എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആശുപത്രി കാണിക്കണം, കൊണ്ട് കാണിക്കും. കൊണ്ട് കാണിക്കും. ഞാനല്ല കൊണ്ടേ കാണിക്കേണ്ടത്, അതിന് കയ്യിലുണ്ടാവണം കൊണ്ടേ കാണിക്കാൻ. ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ അടുത്ത പറഞ്ഞു തുടങ്ങി പൈസയിലേക്ക്. എന്താ പറഞ്ഞു തുടങ്ങിയ കുഴപ്പം? ഇല്ലാത്ത കാര്യം തന്നെയല്ലേ പറയണത്. നിനക്ക് എപ്പോഴും പൈസ എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ അല്ലേടി? ഈ വേറെ ഏതെങ്കിലും കോടീശ്വരനോടെ ഭാര്യയായിട്ട് ജീവിക്കാനുള്ളതായിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാൻ കിട്ടുന്ന പൈസ മുഴുവൻ എന്റെ കൈ കൊണ്ട് തന്ന് ഞാൻ സ്വർണ്ണവും മാലയും വളയൊക്കെ മേടിച്ചിട്ടുണ്ട് നടക്കാണ്. അതുകൊണ്ട് തന്നെ ദൈവം തരാത്തത്. എനിക്ക് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല എന്റെ പൊന്നെ ഞാൻ ചോദിക്കണം. ആ കൊച്ചിനൊന്ന് ആശുപത്രി കൊണ്ടുപോകാൻ 200 രൂപ മതിയല്ലോ. അതെടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ട്? നാളെ വെള്ളമായിട്ടുണ്ട് നടക്കണു. നിന്റെ ഉള്ളിൽ ഇരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായടി. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പൊ ഒരു പരിപാടിയില്ല, ഇങ്ങനെ നടക്കണു ഞാനിങ്ങനെ. അതല്ലേ നീ ഉദ്ദേശിച്ചത് അല്ലേ? ഇത് പുതുമയുള്ള കാര്യമല്ലല്ലോ. ഇവിടെ വരുമ്പോഴെങ്കിലും ക്ലീറ്റോ മാറുന്ന വിചാരിച്ചു. ഇവിടെ വരുമ്പോ മാറാൻ പൈസ പൈസ പൈസ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാധനമാണ് ഈ പൈസ. അത് ഇല്ലാതിരുന്നിട്ട് എനിക്ക് എന്ത് പേര് ദോഷം അറിയാമോ? ഉള്ളവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും കർത്താവേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എടീ, പൈസയെക്കാൾ അതിലുപരി വേറൊരു സാധനമുണ്ട്, സ്നേഹം. അതാദ്യം മനുഷ്യന്റെ മനസ്സിലുണ്ടാവണത്. ഓ സ്നേഹം. എന്നൊരു കാര്യം ചെയ്യും, വെള്ളം കിട്ടല്ലോ. കൊച്ചിനും കൂടെ ആശുപത്രി പോയിട്ട് ഡോക്ടർക്ക് കുറച്ച് സ്നേഹം കൊടുത്തിട്ട് വാ. വേണ്ട, ചക്കയെന്ന് പറയുമ്പോൾ മാങ്ങാന്ന് പറയരുത് തങ്കം കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് പിന്നെ എങ്ങനെ പറയാതിരിക്കും ക്ലീറ്റോ? ഒരു തന്തയല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമോ വേദന? എന്താണ് പ്രശ്നം? പൈസ വേണം. പൈസ എന്റെ കൈ കൊണ്ട് തരണ്ട. എനിക്ക് ആശുപത്രി കാണിച്ചാൽ മതി. ആശുപത്രി കാണിക്കാം. എനിക്ക് ബാങ്കിലെ ആലോചിക്കാതിരിക്കണില്ല, ഞാൻ ആലോചിക്കുന്നുണ്ട്. ആലോചന എപ്പോഴാ ഇല്ലാത്തത്? കാര്യം നടക്കണ്ടേ? പണിക്ക് പോണം. പൈസ ഇങ്ങനെ പറഞ്ഞ ഉടനെ പൈസ ഇങ്ങനെ വരുന്നില്ല. നോട്ട് അടിച്ച് വെച്ചിട്ടില്ല പൈസ. ആരും നോട്ട് അടിച്ച് വെച്ചിട്ടൊന്നുമല്ല ജീവിക്കണത്. അധ്വാനിക്കണ മനുഷ്യനായാല്. അവിടെ ആയിരുന്നപ്പോഴോ എനിക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു, മിഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് വല്ലതുണ്ടോ? മനുഷ്യന്റെ കയ്യിൽ 10 പൈസ ഇല്ല, എനിക്ക് 8 വിചാരം വേണം. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. എന്തെങ്കിലും പറയുമ്പോ ചാടി തുള്ളി അങ്ങ് പോയാ പോരാ. പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരാം ഞാൻ. ഇത് കഴിക്കാതെ കൊണ്ട് നിങ്ങൾ ഇന്ന് കഴിക്കണില്ലേ? നിങ്ങള് കഴിക്കണെങ്കിൽ കഴിക്കണ്ട. ദൈവമേ, രാജേട്ടാ, ഞാനിവിടെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യണേ. 10-20 മിനിറ്റായി. അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാങ്കിലെ അക്കൗണ്ടിൽ ചെറിയ പ്രോബ്ലം ആയിപ്പോൾ, അതുകൊണ്ടാണ് എനിക്ക് പൈസ എടുക്കാൻ പറ്റാത്തത്. ഇല്ല, നമുക്ക് ഉടനെ എടുക്കാം. മതി, അത്രയും മതി, ഉള്ളതായിക്കോട്ടെ. അല്ല, എപ്പോൾ വരാൻ പറ്റും എന്നുള്ളത് പറയേ. ഇപ്പോൾ വിളിക്കോ?
പെട്ടെന്ന് വിളിക്കണേ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് എനിക്കൊരു മറുപടി തരണം കേട്ടോ. ഞാൻ അത്രയും ഒരു അത്യാവശ്യത്തിൽ നിൽക്കും, അതുകൊണ്ടാണ്. ഓ ആയിക്കോട്ടെ. ഓ മനുഷ്യൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഓരോരുത്തന്മാർ മുതലെടുക്കുകയാണ്. അപ്പം കാശ് എന്നെ തിരിച്ചു മേടിക്കണം, എനിക്കൊന്ന് കാണണം. സംഘത്തിന് വേറെ ഒരു പണിയില്ല, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇരിക്കും. എന്തിൻ്റെ കുഴപ്പം? ഓ വേണല്ലേ അല്ലേ? Alien versus Alien.